ബേൺലിക്കെതിരെയുള്ള യുണൈറ്റഡിൻ്റെ ഇന്നത്തെ ഈ ഒരു മാച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അമോറിം ഔട്ട് വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ജെനുവിനായിട്ട് നിങ്ങൾ പറയണം. ഇന്ന് ശരിക്കും നമ്മുടെ ഓൾഡ് ട്രാഫോർഡിലെ നമ്മുടെ ഹോം ക്രൗഡിനെ മാച്ചിന് മുന്നേ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഹോം ക്രൗഡിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ബാനേഴ്സിനെ, എസ്പെഷ്യലി ആ ഒരു ബാനേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ അമോറിമിന് സപ്പോർട്ട് കൊടുത്തോണ്ടാണ് അവരുടെ കയ്യിലിരിക്കുന്ന ബാനേഴ്സിനെ അവർ പൊക്കി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് ഗോയിങ് ഫാൻസ് അവർ അമോറിമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു മാച്ച് ഗോയിങ് ഫാൻസ് പെട്ടെന്ന് ആ ഒരു അമോറിമിനെ കോച്ചിനുള്ള ആ ഒരു സപ്പോർട്ട് അവർ പെട്ടെന്ന് അങ്ങനെ എന്നാ പറയുന്നത് ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ നിർത്തത്തൊന്നുമില്ല. അൺലൈക്ക് നമ്മൾ നോക്കിയാൽ യു കെയിലുള്ള ഫാൻ ചാനൽസ്, യുണൈറ്റഡിൻ്റെ ഫാൻ ചാനൽസ് ഒക്കെ ഒരു അജണ്ടയായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അവർ അമോറിമിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ്, കാരണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാച്ചിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പ്ലെയേഴ്സിനും കോച്ചിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്ലെയേഴ്സിനും ഇൻവോൾവ്മെൻ്റ് ഉണ്ട് യുണൈറ്റഡ് ഈ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതിൽ. സോ എടുത്തു ചാടി 2-3 മാച്ചിന് ശേഷം നമ്മൾ അമോറിം ഔട്ട് വിളിക്കുന്നത് ശരിക്കും നമ്മുടെ ഫാൻ ബേസിനെ നോക്കിയും നമ്മുടെ ക്ലബിനെ നോക്കിയും റൈവൽസിന് ചിരിക്കാനുള്ള വേറൊരു കാരണം മാത്രമാണ്. ശരിക്കും അവർക്കിത് ബാക്ക് എന്ന് വെച്ചാൽ സ്റ്റേ ബാക്ക് ആൻഡ് എൻജോയ് എന്നുള്ള രീതിയിൽ അവർക്കിത് നല്ല രസമാണ്. നമ്മൾ ഈ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുന്നത് റൈവൽ ഫാൻസിൽ ഒരു വിഭാഗം ആൾക്കാർക്കെങ്കിലും, കുറച്ചൊരു ചെറിയൊരു വിഭാഗം ആൾക്കാർക്കെങ്കിലും ഇതൊരു ഭയങ്കര രസമാണ്, മനസ്സുഖം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം അത് നമ്മളായിട്ട് അതിനു വേണ്ടി ആ ഒരു എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടി നിൽക്കാതിരിക്കണം. നമ്മൾ മാക്സിമം മാനേജറിനെ സപ്പോർട്ട് ചെയ്ത് ഇത് പോട്ടെ, ഇതൊരു പകുതി സീസണെങ്കിലും പോട്ടെ, എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞും പലരുടെയും റിയാക്ഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ അമോറിമിൻ്റെ കുറ്റങ്ങൾ എണ്ണി പറയാനാണ് അവർക്ക് ഇഷ്ടം. അല്ലെങ്കിൽ അമോറിം എന്ത് തെറ്റ് കാണിക്കുന്നുണ്ടെന്നുള്ളത് അവരിങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഭൂതക്കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. സെക്കൻഡ് ഹാഫിൽ കസമീറോയെ എന്തുകൊണ്ട് സബ് ചെയ്തു, കോബി മെനുവിനെ എന്തിനിറക്കി, കോബി മെനുവിനെ ഇറക്കിയില്ലായിരുന്നെ പറഞ്ഞാൽ കോബി മെനുവിനെ എന്തുകൊണ്ട് ഇറക്കുന്നില്ലെന്ന് പറഞ്ഞാൽ. കസമീറോ എന്ന് പറയുന്ന പ്ലെയർ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ എത്ര മാച്ചസില്ല സെക്കൻഡ് ഹാഫിലാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ കളിക്കാനുള്ള ആ ഒരു ഫ്യൂവലേ പുള്ളിയുടെ ടാങ്കിലുള്ളൂ. സെക്കൻഡ് ഹാഫിൽ പുള്ളിയെ സബ് ചെയ്യണം. അല്ലെങ്കിൽ കസമീറോയെ വേറൊരു കസമീറോ ആണ് യൂഷ്വലി നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. ഇപ്പം കോബി മെനുവിനെ കൊണ്ടുവന്നതാണ് ഇന്ന് പലരും തെറ്റായിട്ട് പറയുന്നത്. യുണൈറ്റഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നു സെക്കൻഡ് ഹാഫിൽ, അവർ ഡോമിനേറ്റ് ചെയ്യുന്നു, ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യുന്നു. അതിൽ എസ്പെഷ്യലി എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ മത്തേസ് കുണിയയുടെ ഇഞ്ചുറി, മേസൺ മൗണ്ടിൻ്റെ ഇഞ്ചുറി, ഇവർ രണ്ടുപേരും ഇല്ലാതായപ്പോഴത്തേക്കും യുണൈറ്റഡിൻ്റെ പ്രസ്സിങ് ഭയങ്കരമായിട്ട് മോശമായി. പ്രസ്സിങ്ങും ഫിസിക്കാലിറ്റിയും ആ ഒരു കോമ്പിനേഷൻസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഫിസിക്കൽ ബാറ്റിൽസിൽ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ലാക്ക് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി പിന്നെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റിൻ്റെ കാര്യത്തിലും ഈ മത്തേസ് കുണിയയും മൗണ്ടും പോയപ്പോഴത്തേനും ശരിക്കും നമ്മുടെ ഫ്രണ്ട് ത്രീ മത്തേസ് കുണിയ, മേസൺ മൗണ്ട്, അതുപോലെ തന്നെ എംബിമോ, ഈ 3 പേരും കൂടെ ഒരുമിച്ച് കളിക്കുമ്പോഴത്തേനും അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി, അവരുടെ ആ ഒരു പ്രസ്സിങ്, ഇത് ശരിക്കും നമ്മുടെ ടീം കളിക്കുന്ന ഫുട്ബോൾ അല്ലെങ്കിൽ കുറേ കൂടെ അട്രാക്റ്റീവ് ആകാൻ സഹായിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ 2 ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സ് പോയെന്ന് പറഞ്ഞപ്പോഴത്തേനും അതും മാനേജറിൻ്റെ കുറ്റമാണോ? അവർ ഇഞ്ചുവേർഡായി പോയത്. അപ്പോൾ ഇങ്ങനെ എന്തേലും കാരണം പറഞ്ഞുകൊണ്ട് അമോറിമിനെ കുറ്റം പറയാൻ വേണ്ടി ഒരു വിഭാഗം ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഇന്ന് അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് അവർ ഈ ബേൺലി തിരിച്ചു വന്നപ്പോഴൊക്കെ എങ്ങനെയും തോക്കണം, യുണൈറ്റഡ് തോക്കണം, അമോറിമിനെ ക്രൂശിക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ അജണ്ട. പക്ഷേ അതിന്ന് വിലപ്പോയില്ല. ഇന്നത്തെ മാച്ച് നിങ്ങൾ നോക്കി, ഇന്നത്തെ മാച്ചിൽ 26 ഷോട്ടുകളാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട് എഴുതിയിരുന്നത്. കഴിഞ്ഞ സീസണിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലേ നമുക്ക്? ഉണ്ട്, ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ആ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കാണണം. 26 ഷോട്ടുകൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ അമോറിമിൻ്റെ അണ്ടറിൽ കളിച്ചപ്പോൾ അമോറിമിൻ്റെ അണ്ടറിലെന്നല്ല ടെൻഹാഗിൻ്റെ അണ്ടറിൽ പോലും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. XG 3 മുകളിലുണ്ട്, 3.54 XG ഉണ്ട്, 6 ഓൺ ടാർഗറ്റ്. അപ്പം 2-3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. കിട്ടുന്ന പുഷ്പം പോലെയുള്ള ചാൻസ് സിർക്സിയും അവാദും ഒക്കെ കളഞ്ഞു കുളിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ അമോറിമിനെ ക്രൂശിക്കണം. അപ്പോൾ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യുന്ന രീതികളൊക്കെ നോക്കിയാൽ കൂടുതലും വിങ് വഴിയാണ് നമ്മൾ അറ്റാക്സ് കൂടുതലും നടത്തുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് വിങ്. യൂഷ്വലി നമ്മുടെ ലെഫ്റ്റ് വിങ് ആയിരുന്നു കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് നമ്മുടെ ലെഫ്റ്റ് വിങ് ആയിരുന്നു സ്ട്രോങ്ങർ. പക്ഷേ ഇപ്പം ശരിക്കും ഇന്നത്തെ മാച്ചിൽ റൈറ്റ് വിങ് വഴിയാണ് കൂടുതൽ അറ്റാക്ക് നടത്തിയത്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയുന്നത് നമ്മൾ കൗണ്ടർ അറ്റാക്കിങ്ങിലാണ്. കൗണ്ടർ അറ്റാക്കിങ്ങിൽ എംബിമോഡറാണ് ഏറ്റവും
ആ ഒരു ടാർഗറ്റ് മാനായിട്ട് ആ ഒരു റൺസ് മേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് എപ്പോഴും എംബ്യൂമാണ്. അപ്പോൾ എംബ്യൂമോ റിലീസ് ചെയ്യുന്നത് ബാക്ക് ചെയ്യുന്നത് ബ്രൂണോ ഫെർണാണ്ടസോ അമാദോ സെർക്സിയോ ഒക്കെ ഇങ്ങനത്തെ പ്ലെയേഴ്സാണ് കൂടുതലും പെട്ടെന്ന് പൊസിഷൻ വിൻ ചെയ്ത് എംബ്യൂമോയെ റിലീസ് ചെയ്ത് ആ ഒരു എംബ്യൂമോയുടെ റണ്ണിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പല സമയത്തും ഈ അമാദിൻ്റെയും സെർക്സിയും നമ്മുടെ കൗണ്ടറുകൾ ചീറ്റിച്ച് കളയാനായിട്ട് ഈ അമാദും സെർക്സിയും കാരണക്കാരായിട്ടുണ്ട്. അവർ കറക്റ്റ് സമയത്ത് ബോൾ റിലീസ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ കൗണ്ടറിൽ നമ്മൾ പരാജയമായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ കോർണേഴ്സിൽ ഇന്ന് എസ്പെഷ്യലി കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രൂണോ കോർണർ എടുക്കുന്ന സമയത്ത് അമാദ് ആ ഒരു ബോക്സിന് പുറത്ത് നിന്ന് നേരെ അല്ലെങ്കിൽ ബ്രൂണോ അമാദിനെ ടാർഗറ്റ് ചെയ്ത് കോർണർ എടുക്കുന്നു. അമാദ് നേരെ ഗോളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വോളീസ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എംബ്യൂമോ കോർണർ എടുക്കുമ്പോഴത്തേനും ബ്രൂണോ ഇതേപോലെ തന്നെ ആ ഒരു ബോക്സിന് പുറത്ത് നിന്ന് ഡയറക്റ്റ് ആ ഒരു കോർണർ റിസീവ് ചെയ്ത് വോളീസ് അടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഈ രീതിയിൽ കോർണറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ എസ്പെഷ്യലി നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഈ ഒരു സെസ്കോ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ പിച്ചിൽ വന്നപ്പം എനിക്ക് കാണാൻ പറ്റിയ ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെസ്കോ ഓൺ പൊസിഷൻ അല്ലെങ്കിൽ ക്ലോസ് കോമ്പിനേഷൻസിൻ്റെ കാര്യത്തിൽ പുള്ളി ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നോക്കിയാൽ ഈ പ്രഷർ സിറ്റുവേഷൻസിൽ ബോൾ റിസീവ് ചെയ്യാനും പൊസിഷൻ ഹോൾഡ് ചെയ്യാനും പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രീമിയർ ലീഗിൻ്റെ ഇൻറ്റൻസിറ്റിയെ മാച്ച് ചെയ്യാൻ പുള്ളി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുള്ളി പയ്യെ കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. 10, 20, 21, 22 വയസ്സേ ഉള്ളൂ. അതിൻ്റേതായ പ്രശ്നങ്ങൾ പുള്ളിക്കുണ്ട്. പക്ഷേ പുള്ളിയുടെ സ്ട്രോങ് പോയിന്റ്, പുള്ളിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് പുള്ളി ഇന്ന് കാണിച്ചു. പുള്ളിക്ക് നല്ല രീതിയിലുള്ള ക്രോസസ് ബോക്സിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ക്രോസിനെ അറ്റാക്ക് ചെയ്യുന്ന രീതി അത് ഏതൊരു പ്രീമിയർ ലീഗിൽ ഏതൊരു ഡിഫൻഡറിനെ ഡോമിനേറ്റ് ചെയ്തു പോയി ഏരിയയിൽ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് പുള്ളിക്കുണ്ട്. അത് ഇന്ന് 2 സമയത്ത് ഡലോയുടെ ക്രോസ്, എംബ്യൂമോയുടെ ക്രോസ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സ് മര്യാദയ്ക്ക് ക്രോസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ ആ രീതിയിൽ നമുക്ക് സെസ്കോയെ കൊണ്ട് ഗോൾ സ്കോർ ചെയ്യിപ്പിക്കാം എന്ന് ഇന്നത്തെ മാച്ച് നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ വീണ്ടും ബാക്ക് ടു അമോറിം നമ്മൾ വന്നു കഴിഞ്ഞാൽ അമോറിമിനെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയും ഇന്ന് അവർ ആ ഒരു ബേൺലി ആ ഒരു കംബാക്ക് ഒക്കെ നടത്താനുള്ള മെയിൻ കാരണക്കാരൻ അമോറിം ആണെന്ന് പറയും. അമോറിം മര്യാദയ്ക്ക് കോച്ച് ചെയ്തതിലെ ടാക്റ്റിക്സിലുള്ള പ്രശ്നമാണെന്ന് പറയും. പക്ഷെ നമ്മൾ നോക്കിയാൽ യുണൈറ്റഡ് ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സ് എങ്ങനെ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളത് അവർക്ക് ഇപ്പോഴും അറിയത്തില്ല. ആ പ്ലെയേഴ്സിൻ്റെ റൺസിനെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറവുണ്ട്. അവരെപ്പോഴും ബോൾ വാച്ചിങ് പരിപാടിയാണ് അവർ കൂടുതലും നടത്തുന്നത്. പ്ലെയേഴ്സിൻ്റെ റൺസിനെ മര്യാദയ്ക്ക് കാണാനുള്ള ഒരു കഴിവുകേട് അത് പ്ലെയേഴ്സിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ അമോറിമിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ എന്താണേലും നമ്മൾ കുറേയും കൂടെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. സീസൺ കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. നമുക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ഒരു സമയം, അമോറിമിനെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് അമോറിം പോണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് അന്നേരം തീരുമാനിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലെ താഴെ കണ്ട കമൻസിലൊക്കെ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഇത് ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട്. യുണൈറ്റഡിൻ്റെ ഈ രീതിയിലുള്ള പരാജയം, നാണക്കേടൊക്കെ അത് ഭയങ്കര പേഴ്സണലായിട്ട് കൊണ്ടുവന്ന് യുണൈറ്റഡ് ഫാൻസിൻ്റെ കാര്യം പറയുന്നത് അത് അവർക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഡിപ്രഷൻസ്, ആ രീതിയിലുള്ള സംഭവത്തിലോട്ടൊന്നും പോകരുത്. ഇത് വെറും മാച്ചാണ്. മാച്ചിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അത് വീഡിയോ എടുത്തു അതോടെ തീർന്നു, ഞാൻ ഫുള്ളായിട്ട് കട്ട് ഓഫ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ പരിപാടിയൊന്നും നമ്മുടെ മനസ്സിലോട്ടിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാൻ ഒരു രീതിയിലും നമ്മളാരും അനുവദിക്കരുത്. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും 14-ാം തീയതിയാണ്, സെപ്റ്റംബർ 14-ാം തീയതിയാണ് യുണൈറ്റഡിൻ്റെ അടുത്ത മാച്ച് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ. അതും എവേ മാച്ച്. അത് കഴിഞ്ഞ് ചെൽസിക്ക് എതിരെ ഹോം മാച്ച് വരുന്നുണ്ട്. അങ്ങനത്തെ വമ്പൻ 2 മാച്ചസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഈ ഒരു 10, 14, 15 ദിവസത്തെ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ട് തന്നെ അത് എന്നാ പറയുന്നത് യുണൈറ്റഡിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു നെഗറ്റിവിറ്റിയൊക്കെ ഒന്ന് അടങ്ങാൻ സഹായിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. പിന്നെ ഇങ്ങനത്തെ വലിയ ടീമുകൾ വരുമ്പോൾ യുണൈറ്റഡ് ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കും, യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ അമോറിമാണെങ്കിലും അമോറിമിൻ്റെ ഭാഗത്തുനിന്ന് പുള്ളിക്ക് ഇമ്പ്രൂവ് ആകേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി ഇമ്പ്രൂവ് ആക്കണം. അത് മാത്രമല്ല നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇനിയിപ്പോൾ 1-2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എനിക്കറിയത്തില്ല, നമ്മുടെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അൽത്തായ് ബൈന്ദർ എന്ന് പറയുന്ന ഗോൾ കീപ്പർ അല്ലെങ്കിൽ ഒനാന എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഇവർക്കെതിരെ നല്ലൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഗോളാണ്. അവർക്ക് ആ ഒരു സേവ് നടത്താനുള്ളൊരു കഴിവില്ല. അൽത്തായ് ബൈന്ദർ കുറേ നല്ല ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതല്ലാതെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല. അപ്പം സെനെ ലാമൻസോ പിന്നെ മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉഗാർത്തയെ പുള്ളി വിശ്വസിക്കുന്നില്ല എന്ന് ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ കോബി മെനുവിനെ നോക്കിയാൽ കോബി മെനു കൺവിൻസിങ് അല്ല. ആ ഒരു ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിലോ ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിൽ ഇൻറ്റൻസിറ്റിയുടെ കാര്യത്തിലൊക്കെ കോബി മെനു
എന്നെ ഇതിലോട്ട് കൺവിൻസ് ചെയ്യാൻ കോബി മെനുവിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6/8 6 ആയിട്ടും 8 ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു പ്ലെയറിനെ യുണൈറ്റഡ് സൈൻ ചെയ്യണം. ലൂസിയൻ ഒഗൂമെ കണക്കത്തെ ഒരു പ്ലെയറിനെ യുണൈറ്റഡ് മിഡ്ഫീൽഡിൽ കൊണ്ടുവരണം. കോബി മെനു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളി ഈ ഒരു എന്നാ പറയുന്നത്, പുള്ളിക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോബി മെനുവിനെ വേണമെങ്കിൽ ലോണിൽ വിട്ടോട്ട്, എന്നിട്ട് അവൻ തന്നെ ഫിഗർ ചെയ്തോട്ടെ. അവൻ്റെ ഒരു പെർഫെക്റ്റ് പൊസിഷൻ 6 ആണോ 8 ആണോ 10 ആണോ എന്താണെന്നുള്ളത് ഫിഗർ ചെയ്ത് തിരിച്ച് വന്ന് ഇവിടെ ഒന്ന് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് നല്ലൊരു നമ്പർ 6/8 കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചെന്നം ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. ബൈ.